യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഏവരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ മിനിസ്ട്രിയുടെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയെ നിത്യതയിലേക്ക് എത്തിക്കണം, നരകത്തെ ശൂന്യമാക്കണം. കഴിഞ്ഞ നാളുകളിലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ട് അനേക വ്യക്തികൾ മാനസാന്തരപ്പെടുകയും അനേക രോഗികൾ സൗഖ്യമാകുകയും അനേക ഭൂതങ്ങൾ വിട്ടുമാറുന്നതും ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതൊരു വിടുതലായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിന് ആവശ്യമുള്ള പ്രാർത്ഥനയും ആത്മീയ സഹകരണവും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയാണ്. കോണ്ടാക്ട് നമ്പറുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സെല്ല് ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു. നീണ്ട സമയങ്ങൾ ഒരുമിച്ചുള്ള ആത്മീയ ശുശ്രൂഷ ലഭിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ചാരുമുട്ടിലുള്ള ബഥേൽ ഗോസ്പൽ അസംബ്ലി ചർച്ചിലേക്ക് ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്താൽ കാണുന്നു എൻ മുൻപിൽ ചെങ്കടൽ മാറുന്നത്. വിശ്വാസത്താൽ കാണുന്നു എൻ മുൻപിൽ ചെങ്കടൽ മാറുന്നത്. ഞാൻ കാണുന്നു നിൻ കരം, ഞാൻ നിൻ സ്വരം, ഞാൻ കാണുന്നു നിൻ കരം, ഞാൻ കേൾക്കുന്നു നിൻ സ്വരം. മരിക്കില്ല, ഞാൻ ജീവിക്കും, അത്ഭുതങ്ങൾ കാണും. മരിക്കില്ല, ഞാൻ അത്ഭുതങ്ങൾ കാണും. വിശ്വാസത്താൽ കാണുന്നു എൻ മുൻപിൽ യോർദാൻ മാറുന്നത്. വിശ്വാസത്താൽ കാണുന്നു എൻ മുൻപിൽ യോർദാൻ മാറുന്നത്. ഞാൻ കാണുന്നു നിൻ കരം, ഞാൻ നിൻ സ്വരം, ഞാൻ കാണുന്നു നിൻ കരം, ഞാൻ കേൾക്കുന്നു നിൻ സ്വരം. മരിക്കില്ല, ഞാൻ ജീവിക്കും, അത്ഭുതങ്ങൾ കാണും. മരിക്കില്ല, ഞാൻ ജീവിക്കും, അത്ഭുതങ്ങൾ കാണും. വിശ്വാസത്താൽ കാണുന്നു എൻ മുൻപിൽ യെരിഹോ വീഴുന്നത്.
വിശ്വാസത്താൽ കാണുന്നു എൻ മുൻപിൽ എരിഹോ വീഴുന്നത് ഞാൻ കാണുന്നു. നിൻ കരം ഞാൻ കേൾക്കുന്നു, നിൻ സ്വരം ഞാൻ കാണുന്നു, നിൻ കരം ഞാൻ കേൾക്കുന്നു, നിൻ സ്വരം മരിക്കില്ല ഞാൻ ജീവിക്കും, അത്ഭുതങ്ങൾ കാണും. 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 വോയിസ് ഓഫ് സാൽവേഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൃപ വിട്ടുമാറാതെ എല്ലാ ദിവസവും നമ്മോട് കൂടെ ഇരുന്നല്ലോ. കഴിഞ്ഞ ദിനങ്ങളിൽ ഈ ശ്രേഷ്ഠമേറിയ തിരുവചനം കേട്ടിട്ട് അനേക വ്യക്തികൾ വിവിധ ദേശങ്ങളിൽ നിന്നും വിളിച്ച് പറയുകയുണ്ടായി. അവരുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചു, കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കി, ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആത്മാർത്ഥമായി അനേകർ വിളിച്ച് അറിയിക്കുകയുണ്ടായി. ഇന്ന് പകലിലും ദൈവത്തിന്റെ ആ കരം വിടുവിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ എപ്പിസോഡ് ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ കുടുംബത്തെ ഞങ്ങൾ തിരുക്കരത്തിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ അവരുടെ ശാരീരിക മാനസിക മണ്ഡലത്തിൽ ദൈവിക അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. ഈ വചനം അനേകർ കേൾക്കുന്ന സമയത്ത് തന്നെ അത് ഗുണീകരണത്തിനും ശാസനത്തിനും അനുഗ്രഹത്തിനും വിശ്വാസത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും അത് കാരണമായി തീരട്ടെ. ഈ പകൽക്കാലം ആ മുഖാന്തരത്തെ ഞങ്ങൾ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആ കുടുംബം അനുഭവിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ പകലിൽ സർവവല്ലഭനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അനുഭവം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. നിങ്ങൾ ഒരിക്കലും എത്തിച്ചേരാത്ത ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ ഇന്ന് പകലിൽ നിങ്ങളെ കരം പിടിച്ചുയർത്തും. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന അനേക വ്യക്തികൾക്ക് ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില മേഖലകൾ, ഉള്ളിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില അനുഭവത്തിലേക്ക് ഈ നാളിൽ ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്ത് നിന്നെ മാനിപ്പാൻ നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാണ്. 116 സങ്കീർത്തനം അതിന്റെ 1 വാക്യത്തിൽ കേൾക്കുവാൻ കഴിയും, യഹോവ എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇന്ന് പകലിൽ എത്ര പേർക്ക് ആ കരം നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥമായി ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അതെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് എത്ര പേർക്ക് പറയുവാൻ മനസ്സുണ്ട്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിലൂടെ നീ നടന്നുപോയ സാഹചര്യത്തിൽ ജീവിതത്തിന്റെ മുറിവേറ്റ അനുഭവങ്ങൾ, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നീ പോയപ്പോൾ ഈ ദൈവം നിന്നെ അവിടെ കൈവിടാതെ എത്തേണ്ട സ്ഥാനങ്ങളിൽ വരേണ്ട ഇടത്ത് അനുഭവിക്കേണ്ട നന്മകൾ, അനുഭവിക്കേണ്ട സൗഖ്യം, അനുഭവിക്കേണ്ട ഭാവി എല്ലാം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തന്നില്ലേ? ഇന്ന് പകലിൽ ആത്മാർത്ഥമായി നീ പറയണം, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. കാരണം ദൈവം എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 18 സങ്കീർത്തനം അതിന്റെ 1 വാക്യം വായിക്കുമ്പോൾ, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആരുടെയും സഹായമില്ലാതെ നീ നടന്നു പോയപ്പോൾ ഈ ദൈവത്തിന്റെ ബലം നിനക്ക് ഒരു കൂട്ടായിരുന്നു. ഈ ദൈവത്തിന്റെ കരം നിനക്ക് സന്തോഷമായിരുന്നു, തണലായിരുന്നു. ഇന്ന് പകലിൽ
ആത്മാർത്ഥമായി പറയണം, ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കാതെ നടന്നു പോയിട്ടുണ്ട്. ഈ ദൈവത്തെ അറിയുവാൻ കഴിയാതിരുന്നിട്ടുണ്ട്. എനിക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹമുണ്ടായിരിക്കണം. എങ്ങനെ നിന്റെ ഉള്ളിൽ ആ ദൈവത്തിന്റെ സ്നേഹം കടന്നു വരും? വചനം പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ നൽകപ്പെട്ടിരിക്കുന്നു. അതെ, ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ നിന്നും അത് പുറത്തേക്ക് ഒഴുകണമെങ്കിൽ, പുറത്തേക്ക് വ്യാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാലുള്ള ദൈവിക സ്നേഹം നിന്നിൽ ഉണ്ടായിരിക്കണം. ഈ പകലിൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ തീരുമാനമെടുക്കുന്ന ചിലർ ഞാൻ ആത്മാവിൽ കാണുകയാണ്. അതെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ആഴം അനുഭവിക്കുന്നവർ ഒരു തീരുമാനത്തിലേക്ക് മടങ്ങി വരണം. എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അനേക സന്ദർഭങ്ങളിൽ നിങ്ങൾ തകർച്ചയുടെ വക്കിലൂടെ കടന്നുപോയവരാണ്. നിങ്ങൾ തകർച്ചയുടെ താഴ്വരയിലൂടെ കടന്നുപോയവരാണ്. അലക്ഷ്യമറിയാത്തവരായി ആ യാത്രയിൽ നിങ്ങളെ താങ്ങുവാനോ, നിങ്ങളെ പരിചരിക്കുവാനോ, നിങ്ങളെ പരിപാലിക്കുവാനോ, നിങ്ങളുടെ കൂടെ നടക്കുവാനോ, നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ ആരുമില്ലാതിരുന്ന ഒരു സമയം. എന്നാൽ ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വന്നു. നിന്റെ സങ്കട യാചന, ഹൃദയത്തിന്റെ ഓരോ തുടിപ്പും മനസ്സിലാക്കിയ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ? ഇന്ന് പകലിൽ നീ ആത്മാർത്ഥമായി പറയണം, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട്. ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിരുന്നു. നിന്റെ കണ്ണുനീർ യേശു കണ്ടിരുന്നു. നിന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പ് എന്റെ കർത്താവ് അറിഞ്ഞിരുന്നു. ഈ പകലിൽ ആ ദൈവം വീണ്ടും പ്രവർത്തിപ്പാൻ ശക്തനായവനാണ്. തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യൻ ആയിരുന്നു. അവൻ ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് യബേസ് അപേക്ഷിച്ചു. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യൻ ആയിരുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരാണെന്നുള്ള കാര്യം മറക്കരുത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമോ എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ആവശ്യബോധത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന, അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അനേക വ്യക്തി ജീവിതങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തന്റെ ശുശ്രൂഷ സമയങ്ങളിൽ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. അനേക ഭക്തന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. അനേക വിഷയങ്ങളുമായി ദൈവസ്ഥാനത്തിലേക്ക് അടുത്തു വരുന്ന അനേകർ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവം ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥന കേൾക്കും. യബേസിന്റെ പ്രാർത്ഥന, അവൻ മാന്യനായിരുന്നു, മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായിരുന്നു. അവന്റെ കുടുംബത്തിലുണ്ടായിരുന്ന മറ്റുള്ള സഹോദരന്മാരെക്കാൾ അവൻ മാന്യനായിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം അവന്റെ അമ്മ അവനെ വ്യസനത്തോടുകൂടിയാണ് പ്രസവിച്ചത്. ഒരു പക്ഷേ ഈ ഭൂമിയിൽ അവന് ജനിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോകേണ്ടവനാ. വളരെ വ്യസനപുത്രനായിട്ടാണ് അവൻ ജനിച്ചത്. എന്നാൽ അവനെക്കുറിച്ച് ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. നിന്റെ പിറവിയിലെ നിന്നെ എടുത്തു കളയുവാൻ, ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ഒരുപാട് അനുഭവങ്ങൾ. എന്നാൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, സ്തോത്രം, എന്റെ സ്വർഗം നിന്നെ ഈ ഭൂമിയിൽ നടത്തുവാൻ, വളർത്തുവാൻ, ഉയർത്തുവാൻ അവൻ മതിയാതെയുമാണ്. അവന്റെ പ്രാർത്ഥനയുടെ ചില വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ എന്നെ നന്നായി അനുഗ്രഹിക്കണം, നീ നിശ്ചയമായിട്ടും എന്നെ അനുഗ്രഹിക്കണം. യബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവനറിയാം, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ കണ്ട ദൈവം ഞാനൊരു വ്യസനപുത്രനായി ജനിച്ചുവെങ്കിൽ തന്നെയും എന്നെ നിശ്ചയമായി അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. നീ ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണമുണ്ട്. നിന്റെ പ്രാർത്ഥന ചില പ്രത്യേക സങ്കടത്തിന് മുമ്പിൽ നീ കരഞ്ഞ വ്യക്തിയാണ്. ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം.
ആത്മാവിൽ എനിക്ക് വിളിച്ചു പറയാൻ കഴിയും, ഈ ദൈവം നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുന്നവൻ. ദൈവത്തിന്റെ കരത്തിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എബ്രസ് പ്രാർത്ഥിച്ചു, നീ എന്റെ അതിരുകളെ വിശാലമാക്കണം, വിസ്താരമാക്കണം. ഇന്ന് പകലിൽ നിശ്ചയമായി അനുഗ്രഹിക്കുന്ന ദൈവം നിന്റെ ആത്മീയ അതിരുകളെ, ഭൗതിക അതിരുകളെ വിശാലമാക്കുവാൻ മതിയായ ദൈവമാണ്. ഒരു വിശാലതയില്ലാതെ ആത്മീയ ശുശ്രൂഷകൾക്ക്, കുടുംബജീവിതത്തിന്, ഭാവി കാര്യങ്ങൾക്ക് ഒരു വിശാലതയില്ല. ഒരു പരിധിവരെ ഇനി അപ്പുറത്തേക്ക് നീ ഉയരരുത്. സത്താൻ ഒരു വര വരച്ച് ആ വരയ്ക്കകത്ത് ഒതുക്കുന്നത് പോലെ ഇട്ട സർക്കിളിനുള്ളിൽ നീ നിൽക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ചില വ്യാപാര ശക്തികൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകുകയാണ്. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുന്നവനാണ്. നിന്റെ അതിരുകളെ അവൻ വിശാലമാക്കുന്നവനാണ്. നാളുകൾ കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ എനിക്ക് ഇവിടം വരെ എത്താൻ കഴിയുകയുള്ളൂ, എന്റെ ഭാവി ഇവിടെ വെച്ച് അടഞ്ഞു പോയോ, എന്റെ വിദ്യാഭ്യാസം ഇവിടെ വെച്ച് തീർന്നു പോയോ, എന്റെ ഉയർച്ച ഇവിടം വരെ ഉള്ളോ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വർഗം പറയുന്നില്ല. സാത്താൻ വരച്ച വരയ്ക്കപ്പുറം അവന്റെ ശക്തിയെ ക്ഷയിച്ചിട്ട് ദൈവം നിന്നെ കരം പിടിച്ചുയർത്തുകയാണ്. ഒരു വിശാലത ദൈവം നിനക്ക് ഇന്ന് പകൽക്കാലം തരികയാണ്. നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ ഭാവിയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വിദേശ രാജ്യങ്ങളിലുള്ള അനുഗ്രഹത്തിൽ ദൈവം നിനക്ക് വലിയ ഒരു വിശാലത, നിന്റെ ബിസിനസ് മേഖലകളിൽ ഒക്കെ ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് നൽകി തരികയാണ്. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ തളർന്ന അനുഭവത്തിൽ അനവധി ബിസിനസ്സുകൾ ചെയ്തു, ഒരു നന്മയും പ്രാപിക്കാൻ കഴിയുന്നില്ല. വലിയ കടപ്പാട്, ഞെരുക്കം, ഒരു വിശാലതയില്ല. എന്നാൽ ഇന്ന് പകൽ നീ വിശ്വസിക്കുക, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. നീ ആ ദൈവത്തെ സ്നേഹിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടതല്ലേ? പലപ്പോഴും നീ അവിടെ കർത്താവിനെ മറന്നുപോയിട്ടുണ്ട്, അവനെ സ്നേഹിക്കാൻ മറന്നിട്ടുണ്ട്, തിരുവചനം ധ്യാനിക്കാൻ മറന്നിട്ടുണ്ട്, പ്രാർത്ഥിപ്പാൻ മറന്നിട്ടുണ്ട്, ആരാധിപ്പാൻ മറന്നിട്ടുണ്ട്. സ്വർഗം പറയുന്നു, ഈ പകലിൽ നീ മടങ്ങി വരണം. നീ ദൈവത്തെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ നീ ആയിത്തീരണം. സ്വർഗത്തിൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം വ്യസനമായി തീരുവാനിട വരുത്താതെ നിന്നെ കാക്കുമാറാ. സഹായിക്കുന്ന നിന്റെ കരം, ശക്തീകരിക്കുന്ന നിന്റെ കരം, സൗഖ്യമാക്കുന്ന കരം എന്നോട് കൂടെ ഇരിക്കണം. അതെ, അനർത്ഥം വ്യസനമായി തീരുവാൻ ഇടവരുത്താതെ നിന്നെ കാക്കുമാറാകണം. അനർത്ഥങ്ങൾ, പ്രശ്നങ്ങൾ, അപകടങ്ങൾ, രോഗദുഃഖങ്ങളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ടല്ലോ. എന്നാൽ നീ പ്രാർത്ഥിച്ചിട്ട് നടക്കുക, നീ പ്രാർത്ഥിച്ചിട്ട് ജീവിക്കുക, നീ പ്രാർത്ഥിച്ചിട്ട് പ്രസംഗിക്കുക, നീ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുക, നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ ജോലിക്ക് പോകുക, പ്രാർത്ഥിച്ചിട്ട് നിന്റെ തലമുറകളെ പറഞ്ഞയക്കുക. എന്റെ ദൈവത്തിന്റെ കരം എപ്പോഴും അവരുടെ കൂടെ ഇരിക്കും. എബ്ബസിന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ മറക്കരുത്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അവർ എന്നിൽ സന്തോഷിക്കും. എന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അവർ എന്നിൽ ആനന്ദിക്കും. അവർ ചിലത് അവകാശമാക്കും. യേശുവിന്റെ നാമത്തെ നീ സ്നേഹിച്ച് അവനോട് പ്രാർത്ഥിച്ചാൽ സ്വർഗം നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ അതിരുകളെ വിശാലമാക്കുകയും അവൻ നിന്നെ അനർത്ഥങ്ങളിൽ അകപ്പെടാതെ വണ്ണം നിന്നെ കാത്ത് പരിപാലിക്കുകയും ചെയ്യും. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം ഞാൻ ആത്മാവിൽ കാണുന്നൊരു വിഷയം. അനേക വ്യക്തി ജീവിതങ്ങൾ നിലവിളിക്കുകയും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അനർത്ഥ വ്യസനമായി തിരുവാനിടവരുത്താതെ ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും കാത്തു എങ്കിൽ ഇന്ന് പകൽ നീ പറയണം, എന്റെ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നീ എന്റെ പ്രാർത്ഥന കണ്ടതുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. എത്ര പേർക്ക് പറയാൻ മനസ്സുണ്ട്? എന്റെ ദൈവം അവന്റെ അപേക്ഷ കേട്ടു. നിന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പലപ്പോഴും നീ ചിന്തിക്കുന്ന വ്യക്തിയാണ്, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, നീ മരിക്കേണ്ട വ്യക്തിയല്ല, നിന്റെ ജീവനെ നീ എടുത്തു കളയേണ്ട വ്യക്തിയല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ചില ഭാരങ്ങൾ നിങ്ങളുടെ മേൽ കടന്നു വന്നിട്ട് നിങ്ങളെ അമർത്തുകയല്ലേ. അതിന്റെ അവസാനം നിങ്ങൾ പറയുന്നു, ഇനി മരിച്ചാൽ മതി, ഇനി മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ല. എന്നാൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ സ്നേഹത്തിലേക്ക് നീ അടുത്തുക, ദൈവത്തിലേക്ക് നീ അടുക്കുക. നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിലർ വളരെ ആകുലതയിലൂടെ, വ്യാകുലതയിലൂടെ, അനേക കഷ്ടങ്ങളിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്നവർ ആണ്. എന്നാൽ ദൈവത്തിന്റെ കരം ഇപ്പോൾ നിന്നെ സ്പർശിക്കപ്പെടുകയാണ്. സ്വയം മരിക്കണമെന്ന് ചിന്തിക്കുന്ന ആ ചിന്ത ഈ പകൽക്കാലം മാറിപ്പോകുകയാണ്. സാത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ
നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഉള്ളിൽ വിതറിയ ആ ചിന്തകളെ ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റുകയാണ്. നീ പ്രാർത്ഥിക്കുക, നീ കർത്താവിനെ സ്നേഹിക്കുക. വചനത്തിന്റെ ശക്തി നിന്റെ മേലേക്ക് ഇറങ്ങി വരികയാണ്. അതെ, തിരുവചനം വീണ്ടും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ മകനായ ശലോമോൻ ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശലോമോന്റെ കാലത്ത് ഒരിക്കൽ ദൈവം ഗിബയോനിൽ വെച്ച് അവന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് ആവശ്യമുള്ള വരം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ നൽകി. എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ. ശ്രദ്ധിക്കണമേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പ് നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ശ്രദ്ധിച്ചേ, എല്ലാം ഉണ്ടായിരുന്ന ശലോമോൻ ഈ വലിയ ജനത്തെ നടത്തുവാൻ എനിക്ക് കഴിവില്ല, ഞാനൊരു ബാലനാണ്, എനിക്കറിയത്തില്ല, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. ഇന്ന് പകലിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതെ, മറ്റു പലതും നിനക്കുണ്ടായിരിക്കാം, കുടുംബ പശ്ചാത്തലം ഉണ്ടായിരിക്കാം, അനേക കൂട്ടുകാർ നിനക്കുണ്ടായിരിക്കാം, സംഘടനകളുമായി നിനക്കൊരു പക്ഷെ ബന്ധമുണ്ടായിരിക്കാം, അനേക വ്യക്തി ജീവിതങ്ങളുമായുള്ള വലിയ അടുത്ത ബന്ധം നീ പുലർത്തുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ കരുണ നിന്നിൽ ഇല്ല എങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, നിന്നെ കൊണ്ടൊന്നും ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ഇറങ്ങുകയാണ്. വ്യക്തികളുണ്ട്, എന്നെ സഹായിപ്പാൻ ആൾക്കാരുണ്ട്, എന്റെ കൂടെ നിൽക്കുവാൻ ആൾക്കാരുണ്ട്. എന്നാൽ നിന്റെ കൃപയില്ലെങ്കിൽ, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി പറയണം. അതെ, ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വിവേകമുള്ളൊരു ഹൃദയം ജനത്തെ നടത്തുവാൻ, പരിപാലിക്കുവാൻ, അവരുടെ കാര്യങ്ങൾ നന്നായി ചെയ്യുവാനുള്ള വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് നൽകി തരുമാറാകണം. ആ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമായി, ദൈവത്തിന് ഇഷ്ടമായി. വിവേകമുള്ള ഒരു ഹൃദയത്തെ ദൈവം കൊടുത്തു. മാത്രമല്ല, ശലോമോൻ പ്രാർത്ഥിക്കാത്തതിനും ദൈവം അവന് മറുപടി കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തിനും നിനക്ക് സമനാകുകയില്ല. അവനെ പോലെ ജ്ഞാനമുള്ള ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ശലോമോന് ശേഷവും ജനിക്കുകയുമില്ല. നമുക്കുള്ള എന്തെങ്കിലും വസ്തുക്കളെ നോക്കിക്കൊണ്ട് നീ അതിന്റെ മേൽ നിന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ നീ പ്രതീക്ഷിക്കുന്ന ആ ദൈവിക മറുപടി നിനക്ക് ലഭിക്കണമെന്നില്ല. എന്ന് പകലിൽ കർത്താവേ, എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ജാതികളുടെ നടുവിലേക്ക് അയക്കാൻ പോകുകയാണ്, എന്റെ വചനം നിന്റെ വായിൽ ഞാൻ തന്നിരിക്കും. യിരെമ്യാവ് പറഞ്ഞതും ഇപ്രകാരം തന്നെയാണ്. ഞാൻ ബാലനാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല. അതെ, ദൈവം അവന് ഉറപ്പിച്ചു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ കണ്ടതാണ്. ചിലതിനെ തകർക്കുവാൻ, നിർമൂലമാക്കുവാൻ, ചിലതിനെ പണിയുവാൻ, ചിലതിനെ വളർത്തിയെടുക്കുവാൻ ഞാൻ നിന്നെ ജാതികളുടെ നടുവിലേക്ക് അയക്കും. ഞാൻ നിന്റെ വായിൽ എന്റെ വചനം തന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒഴിഞ്ഞു പോകുവാനല്ല, മാറി നിൽക്കുവാനല്ല, ദൈവത്തിന് മുമ്പാകെ നീ അടുത്തു വന്ന്, കർത്താവേ, നീ എന്നെ ഒന്ന് ശക്തീകരിക്കണം, നീ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ മനസ്സുണ്ട്. സ്വർഗം ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥന കേൾക്കും.
ശലോമോന്റെ മേൽ ദൈവം എല്ലാ ജ്ഞാനവും കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. അവൻ പ്രാർത്ഥിക്കാത്ത അനവധി വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുത്തു. അവനെ ഏറിയ സമ്പത്ത് കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ ആമോസിന്റെ മകനായ യെശയ്യാവ് അവന്റെ അരികിൽ കടന്നു വന്നു. അവനോട് ദൈവം പറഞ്ഞ അരുളപ്പാട് അറിയിക്കുകയുണ്ടായി. നിന്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലാക്കുക, ഇപ്പോൾ നീ മരിച്ചു പോകാൻ പോകുകയാണ്. രോഗത്താൽ കിടക്കുന്ന ഹിസ്കിയാവിന്റെ മുഖത്തേക്ക് നോക്കി പ്രവാചകൻ ദൈവിക ആലോചന അറിയിച്ചു. ഹിസ്കിയാവ് ആ കിടക്കൽ കിടന്നിട്ട് അടുത്ത നിമിഷം ഞാൻ ഈ ഭൂമിയിൽ കാണുകയില്ല. അവന്റെ മനസ്സിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നു. മുഖം ചുവരോട് ചേർത്ത് വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഞാൻ നിന്റെ മുൻപാകെ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്നു. നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു, നീ അതൊന്ന് ഓർക്കണമേ. പ്രവാചകൻ വന്നു പറഞ്ഞു, നീ ഇപ്പോൾ മരിച്ചു പോകും, നിന്റെ ഗ്രഹക്കാര്യം നീ ക്രമത്തിലാകും. അവൻ രോഗത്തെ നോക്കിയില്ല, അവന്റെ കിടക്കെ ശ്രദ്ധിച്ചില്ല. അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചുവരോട് അവന്റെ മുഖം തിരിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തയോടെ നടന്നത്, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തത് നീ ഒന്ന് ഓർക്കണമേ. എന്റെ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. പ്രവാചകൻ അരുളപ്പാട് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം വീണ്ടും യെശയ്യാവിനോട് പറഞ്ഞു, നീ കയറി ആ ദൂതൊന്ന് മാറ്റി പറയണം. യെശയ്യാവ് ഹിസ്കിയാവിനോട് പറയുകയാണ്, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം അവൻ കൂട്ടി തന്നിരിക്കും. നിലവിളിച്ച് കരയുന്നവരെ ഞാൻ കാണുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നിന്നത്, നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തത്, തലമുറകൾ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തത്, എന്റെ പിതാക്കന്മാർ അങ്ങയെ പ്രസാദിപ്പിച്ചത്, എന്റെ ജീവിതത്തിന്റെ ചില കൈപ്പേറിയ അനുഭവത്തിൽ ഞാനായിരുന്നപ്പോൾ എന്നെ പ്രാർത്ഥന കേട്ട ദൈവമാണ്. എന്റെ കഷ്ടതയുടെ കണ്ണുനീരിന്റെ കൈപ്പേറിയ അനുഭവത്തിലെല്ലാം നിന്റെ കരത്തിന്റെ സ്പർശനം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. എംഎസിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, ശലോമോന്റെ പ്രാർത്ഥന കേട്ട ദൈവം ഈ പകലിൽ നിന്നെ അനുഗ്രഹിക്കും. കണ്ണുകളെ അടച്ചാട്ട്. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിന്റെ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവത്തെ അവർ അനുഭവിക്കട്ടെ, അങ്ങേ സ്നേഹിക്കുന്നവരായി തീരട്ടെ. അതേ ദൈവത്തിന്റെ സ്നേഹം അതേ പരിശുദ്ധാത്മാവിനാൽ അവരിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം അവരിൽ ഉണ്ടാകട്ടെ. ഇന്ന് പകലിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിച്ച ഏവരെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ ചില ശക്തികൾ പ്രാർത്ഥനയുടെ ആ ധൂപത്തെ അദൃശ്യമണ്ഡലത്തിൽ തടഞ്ഞ് മുകളിലോട്ട് എത്താതെ വണ്ണം അതിനെ തടയുകയല്ലേ. നാളുകൾ കൊണ്ട് കരയുന്ന ചില വ്യക്തികളെ ഞാൻ കാണും. നിരാശയുടെ വാക്കുകൾ പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ തടയുന്ന ദുഷ്ടശക്തികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ തലമുറകളുടെ വിഷയങ്ങൾ ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഭാവി ഓർത്ത് നീ കരയേണ്ട കാര്യമില്ല. ദൈവം നിനക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയ ഭാവി, ശ്രേഷ്ഠമേറിയ തലമുറകളെ ദൈവം തരികയാണ്. നല്ല ദൈവമായി ഭാവിക്ക് വേണ്ടി കരയുന്ന ചിലരെ നിന്റെ കരത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അവർക്കായി തക്ക തുണയെ ഒരുക്കി കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ, ആമേൻ. ചില മാറാരോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പോലും സൗഖ്യമാകുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ രോഗാത്മാവിനെ ഞാൻ ശാസിച്ചകറ്റുകയാണ്. സ്വർഗം പ്രാർത്ഥന കടന്നതായി നന്ദി. അടുത്ത ആഴ്ചയിൽ നമ്മൾ കാണുന്ന സമയം വരെ കർത്താവിന്റെ ചിറകന്റെ മറവിൽ ദൈവം നിങ്ങളെ അണയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Praise the Lord. We are very happy to inform you that we are conducting an English service every Sunday evenings 5 to 6:30 p.m. at Bethel Gospel Assembly Church, Charimut. Welcome you all to this blessed service.